വെരി റെസ്പെക്റ്റഡ് സർ, തങ്ങളോട് വളരെ വിനയപൂർവ്വം ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാനുണ്ട്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ. എല്ലാ ഭിന്നതകളും മറന്ന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം. ആം ആദ്മി പാർട്ടി, മമതാ ബാനർജിയുടെ പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, മറ്റേത് ചെറിയ പാർട്ടി ആയാലും താങ്കൾ രാഹുൽജിയെയും സോണിയജിയെയും പ്രിയങ്കാജിയെയും പ്രത്യേകം ഉണർത്തണം. അടുത്ത പ്രധാനമന്ത്രി രാഹുൽജിയോ പ്രിയങ്കാജിയോ ആവണം. രണ്ട്, നിർബന്ധമായും ബാലറ്റ് പേപ്പർ ആക്കണം. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറുള്ളത് കൊണ്ടല്ല, തകരാറുള്ളത് കൊണ്ടാണെന്ന് അവർ പറയുക, പക്ഷേ തകരാറല്ല, മെഷീനിൽ തകരാറുമില്ല. ഇലക്ട്രോണിക് മെഷീനിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇത് പറയുന്നത് ഒരു ബൂത്തിൽ നിന്ന് 100 വോട്ട് താമരക്ക് ചെയ്തു വെച്ചാൽ BJP ജയിച്ചിരിക്കും. അത് ഇപ്പോൾ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ചിട്ട് അത് പ്രത്യേക സ്ട്രോങ് റൂമൊക്കെ അവരുടെ കയ്യിലാണല്ലോ. പിന്നെ കോടതി മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ. അത് വിധി എങ്ങനെയുമാകാം. കേന്ദ്ര സർക്കാർ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പാക്കാനും സാധ്യതയുണ്ട്. കേരളത്തിനടുത്ത് മൊത്തം ഒന്നായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനും സാധ്യതയുണ്ട്. നോട്ട് അങ്ങനെയുള്ള നിരോധിച്ചത് ഒറ്റ നിരോധനം പെട്ടെന്ന്. അതേമാതിരി പിന്നെ സ്ട്രോങ് റൂം എല്ലാം അവരുടെ അധീനത്തിലാണ്. നമുക്കൊന്നും പോയിക്കാനൊന്നും കഴിയില്ല. അവർ തന്നെ നിയന്ത്രിക്കുന്നതൊക്കെ ഉണ്ടാകും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം അവരെല്ലാം കൂടി ഗതിമുട്ടിയിരിക്കുന്ന സന്ദർഭം. എന്ത് ചെയ്യാനും അവർ തയ്യാറായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നർത്ഥം. പിന്നെ മൂന്നാമത്, താങ്കൾ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ വളരെ സ്വാഗതം ചെയ്യുന്നു. സാധാരണമായത് മാത്രമല്ല, പാലുൽപാദനത്തിന് അതിന് പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണമായി പാൽഗോവ, പാലൂത മുതലായ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കറവ പറ്റിയ പശുക്കളെ എന്ത് ചെയ്യും? എല്ലും തോലുമായ അവറ്റകളെ വളർത്താൻ വലിയ പണച്ചെലവാണ്. തുകലും എല്ലും കയറ്റുമതി ചെയ്തായിരുന്നു പാവപ്പെട്ട കർഷകർ ജീവിതം പുലർത്തിയിരുന്നത്. ഇപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രം പശുവിനെ കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോകണവരെ ചുറ്റും നിന്ന് ആക്രമിച്ച് കൊന്നു കളയുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായി സംഘടിച്ചിട്ട് അവിടുത്തെ ഇമാമെല്ലാം കൂടി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ച് നമ്മൾ ആളെ നടത്താൻ മതിയെന്ന്. അതിനട്ടർച്ചയാക്കി അവർ ഈ എല്ലും തോലെ ആ പശുക്കളെല്ലാം റോഡുമിലേക്ക് അങ്ങോട്ട് കയറ്റി. അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതേ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറവ പറ്റിയാൽ എന്ത് ചെയ്യുന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അവസാനം. പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ, ഈ പശു ദൈവമാക്കി ആരാധിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അതിനൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ അതൊരു വിനയായി മാറും. പിന്നെ അത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ നിർദ്ദേശിക്കാൻ. വളരെ ചെറിയ ചെറിയ പാർട്ടിക്കാരെല്ലാം കൂടി കൂട്ടി ഒറ്റക്കെട്ടായി നമ്മൾ ചേർന്നെങ്കിൽ മാത്രം എല്ലാ ഭിന്നതകളും മറന്നു വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടാവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മടിക്കാത്ത BJP തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താ സംഭവിക്കാൻ ആർക്കും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ എല്ലാ രൂപത്തിലും എല്ലാ വിധത്തിലും ലോക രാഷ്ട്രങ്ങളുടെ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് കൈയാളാന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ ചില ആളുകൾ ന്യൂനപക്ഷങ്ങളെ തന്നെ ലാക്കാക്കി കൊടുക്കുക, അവരെ മർദ്ദിക്കാൻ വേണ്ടി തന്നെ ചില സംഘടനകൾക്കൊക്കെ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതൊരാൾ പറയുന്നത് ഞാൻ കേട്ട്, ഇവിടെ ഹിന്ദുക്കളെ ഭരണ വരുന്നത്, അല്ല ഹിന്ദുക്കൾ വെറുതെ ഇരിക്കേണ്ടി വരും, മുസ്ലിങ്ങളെ ഭരണ വരുന്നത് എന്നൊരു കൂട്ടർ പറയണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത്, നമ്മളിനി ഇവിടെ നിന്നിട്ട് കാര്യമല്ല, ശശികലനെ പോലത്തെ ചില വർഗീയവാദികൾ, ഈ വർഗീയവാദികളെ തുരത്താൻ താങ്കൾ എന്താണോ ചെയ്യുന്നത് അതിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവരിൽ നിന്നും ഉണ്ടാവും. അത് വളരെ നിർബന്ധമായും താങ്കളുടെ പ്രഖ്യാപനം വളരെ സന്തോഷകരമാണ്, സ്വാഗതാർഹവുമാണ്. കൂടുതൽ പിന്നീട് സംസാരിക്കാം. വളരെ നന്ദിപൂർവ്വം നിർത്തുന്നു.